ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനേ സൂര്യനെല്ലിൽ നിന്നും ബോഡിമെട്ടിലേക്ക് പോകുന്നൊരു വഴിയുടെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. ഒരു ഷോർട്ട് കട്ട് വേ ആണ്. നോർമലി എല്ലാവരും സൂര്യനെല്ലിൽ നിന്നും പൂപ്പാറ പോയിട്ട് അവിടെ നിന്നും ബോഡിമെട്ടിനാണ് പോകാറ്. ബോഡിമെട്ട് വഴി തമിഴ്നാട്ടിലേക്ക് ആണ് പോകാറ്. പക്ഷേ സൂര്യനെല്ലിൽ നിന്നും നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ബോഡിമെട്ട് വരെ പോകാം. അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിന്ന് ഇടുന്നത്. ഇത് നമ്മൾ സൂര്യനെല്ലിൽ നിന്നും പൂപ്പാറ വഴി ബോഡിമെട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 33 കിലോമീറ്റർ വരും ടോട്ടൽ. നമ്മൾ പക്ഷേ സൂര്യനെല്ലിൽ നിന്നും ഈ ഷോർട്ട് കട്ടിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് 12 കിലോമീറ്ററിൽ നമുക്ക് ബോഡിമെട്ട് ചെന്ന് ചേരാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ കാറെടുത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും പോവുകയാണ്. നല്ല കോടമഞ്ഞുള്ളൊരു ദിവസമാണ്. നോർമലി മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിക്കുള്ള കോടമഞ്ഞുണ്ടാകും. അപ്പം നിങ്ങൾ അത് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെ മൺസൂൺ സീസണിൽ വന്നാൽ മതി. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല ഒരു ക്ലൈമറ്റ് കിട്ടും നിങ്ങൾക്ക് കേട്ടോ. ഇത് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും വരിക. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും കണ്ടോ യുക്കാലി മരമാണ് നിൽക്കുന്നത്. അതിൻ്റെ നടുവിലൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. നല്ല മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് കേട്ടോ. നല്ലൊരു വഴിയാണ്, നല്ല ഭംഗിയാർന്നൊരു വഴിയാണ്. ആ വഴിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ സ്കൂട്ടറൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ടിങ്ങനെ പോവുക. ചെറിയ വഴിയാണ്, വലിയൊരു വഴിയല്ല. അപ്പം നമ്മൾ അതിലൂടെ പോകുമ്പം കുറച്ച് സ്പീഡ് കുറച്ചൊക്കെ പോവുക കേട്ടോ. ഇവിടെ നിന്ന് മുന്നോട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയുള്ളൊരു ടൈമാണ്. മഴ കഴിഞ്ഞു, അതാണ് ഈ മഞ്ഞിങ്ങനെ ഒത്തിരിയായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വണ്ടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് അല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും വരിക കേട്ടോ. ഇത് ആസ്വദിക്കാൻ നിങ്ങളെല്ലാവരും വരിക സൂര്യനെല്ലിയിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല ക്ലൈമറ്റൊക്കെ കാണാൻ കഴിയും. മഞ്ഞ് ആസ്വദിക്കുന്നവർക്ക്, കോടമഞ്ഞ് ആസ്വദിക്കുന്നവർ എല്ലാവരും വരിക കേട്ടോ. കണ്ടോ വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ടാണ് വരുന്നത്. കാരണം നല്ല കോടമഞ്ഞാണ്. മിസ്റ്റ് ലൈറ്റിൻ്റെയൊക്കെ ആവശ്യം വേണ്ടി വരും. നല്ല കട്ടയ്ക്ക് മഞ്ഞാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ മിസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് വന്നാലാണ് നമുക്ക് റോഡ് കാണാൻ കഴിയുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് താഴേക്ക് പോകുമ്പോഴാണ് ഇവിടുത്തെ മൂന്നാർ കാറ്ററിംഗ് കോളേജ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. സൂര്യനെല്ലിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. ഇതുണ്ടോ ഈ സ്ഥലത്ത് വരുമ്പോൾ ആണ് നമ്മുടെ മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഉള്ളത് കേട്ടോ. കണ്ടോ അതിനകത്തേക്ക് കയറിപ്പോകുന്ന എൻട്രി ഗേറ്റാണിത്. കണ്ടോ ഇതാണ് മൂന്നാർ കാറ്ററിംഗ് കോളേജിലേക്ക് കയറി പോകുന്ന വഴി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ രണ്ട് സൈഡും ഏലത്തോട്ടമാണ്, സ്വകാര്യ വ്യക്തികളുടെ ഏലത്തോട്ടമാണ്. നല്ല ഭംഗിയാർന്നൊരു വഴിയാണ്. ചെറിയ വഴിയാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ നല്ലൊരു ഹെയർ പിൻ ബെൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് സ്ലോ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുക കേട്ടോ. സ്പീഡിൽ വരാതിരിക്കുക. ഈ വഴിയിലൂടെ കുറച്ച് സ്ലോ ആയിട്ട് തന്നെ എല്ലാവരും വരിക. കാരണം ഒത്തിരി ബെൻഡുകളുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള വഴികളും ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ഈ വഴി വരാൻ. നല്ല ക്ലൈമറ്റാണ്, മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബോഡിമെട്ട് ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ സൂര്യനെല്ലി വന്നവർക്ക് പെട്ടെന്ന് നമുക്ക് കമ്പം പോകണമെങ്കിലോ തേനി മധുര അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ വഴിയിലൂടെ നമുക്ക് എളുപ്പം പെട്ടെന്ന് ബോഡിമെട്ട് എത്തിച്ചേരാൻ കഴിയും. ബോഡിമെട്ടാണ് ഇവിടുത്തെ അതിർത്തി. അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ഏരിയയിലേക്ക് കയറാൻ കഴിയും കേട്ടോ. ജീപ്പൊക്കെ വരുന്നുണ്ടോ. ഈ ജീപ്പുകളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും സൂര്യനെല്ലിയിലേക്ക് വരുന്ന വണ്ടികളാണ്. അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട്. ജീപ്പിൽ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൂര്യനെല്ലിയിൽ നിന്നും ജീപ്പ് സൗകര്യമുണ്ട്. നമുക്ക് തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലേക്ക് ഈ ജീപ്പുകളിൽ പോകാൻ കഴിയും. ഈ സ്ഥലമാണ് ഇവിടെ ഷൺമുഖവിലാസം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ ഹോം സ്റ്റേകളും അതേപോലെ ടെൻറ്റ് ക്യാമ്പിങ്ങുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാരോ വേ ആണ്, എന്നാലും നല്ല ഭംഗിയാർന്നൊരു വഴിയാണ്. നമുക്ക് ഒത്തിരി വലിയ പ്രശ്നമില്ല. നമുക്ക് വണ്ടി ചെറുതായിട്ട് സ്ലോ ചെയ്ത് സൈഡ് കൊടുത്ത് പോകാൻ കഴിയുന്നൊരു വഴിയാണിത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി സ്പീഡിൽ പോകാതെ അങ്ങ് പോയാൽ മതി. അങ്ങനെ നമ്മൾ ഷൺമുഖവിലാസം എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്.
ഏലത്തോട്ടമാണ് കൂടുതലും ഈ ഏരിയയിൽ. പിന്നെ യൂക്കാലിറ്റിസ് മരങ്ങളുണ്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ വരുവാണെങ്കിൽ നല്ല രീതിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ല ഒരു വഴിയാണ്. ഇതിൽ യാത്ര നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ബോഡിമെട്ടിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് പൂപ്പാറയ്ക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഈ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. വരാത്ത ആളുകൾ ഇത് ട്രൈ ചെയ്യുക. അല്ലാതെ ഒത്തിരി ആളുകൾ ഇതിലൂടെ പോയിട്ടുള്ളവരുണ്ടാകും. ഇങ്ങനെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി കുറച്ച് ഇനി അങ്ങോട്ട് സ്റ്റീപ്പായിട്ട് തുടങ്ങും. നല്ല ഇറക്കമായിരിക്കും താഴേക്ക് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒറ്റ ലെങ്ത്തിൽ ചെയ്യുന്നില്ല, ഒരു 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ ലെങ്ത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം ആകും. അപ്പോൾ അത് 3 പാർട്ടാണെങ്കിൽ നിങ്ങൾക്കത് കണ്ട് ആസ്വദിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാർന്നൊരു വഴിയിലൂടെ അങ്ങ് പോകുക കേട്ടോ. യൂക്കാലിപ്റ്റസ് മരമാണ്. ഇവിടെയൊക്കെ ടെൻറ്റ് ക്യാമ്പിങ്ങുകളുണ്ട് കേട്ടോ. ടെൻറ്റ് ക്യാമ്പിങ്ങിൽ താമസിക്കാൻ താല്പര്യമുള്ളവർ വരിക. അതേപോലെ ഇവിടെ റിസോർട്ടുകളുമുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാർന്ന വഴിയാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പുകളൊക്കെ താഴെ നിന്ന് കയറി വരുന്നുണ്ടോ. അത് ഈ കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ ചെല്ലുന്ന. ആ കുടി ഏരിയയിലേക്കാണ് ആദ്യമേ നമ്മൾ ചെല്ലുന്നത്. മുതുവാക്കുടി എന്ന് പറയും. 2 കുടികളുണ്ട്. ആ കുടി ഏരിയയിലേക്കാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല പുൽമേടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് വണ്ടി നിർത്തി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. യൂക്കാലിറ്റിസ് മരങ്ങളാണ് ഇത് നിൽക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ബെൻഡുകളുണ്ട് കേട്ടോ. കുറച്ച് നല്ല രീതിക്കുള്ള ബെൻഡുകളുണ്ട്. അപ്പോൾ സ്ലോ ചെയ്ത് പയ്യെ തിരിച്ച് കൊണ്ടുപോവുക. നമ്മുടെ സൈഡൊക്കെ കീപ്പ് ചെയ്ത് പോവുക. ചെറിയ വഴിയായതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ശരിക്കും സൈഡൊക്കെ കീപ്പ് ചെയ്ത് പോവുക കേട്ടോ. ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല ഭംഗിയാർന്ന സ്ഥലമാണ് കേട്ടോ. കാണാനൊക്കെ നല്ല മൗണ്ടൻ ഏരിയയാണ്. പുൽമേടുകൾ എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുണ്ട് അടുത്തൊരു ബെൻഡ്. ഇങ്ങനെ ബെൻഡ് നമ്മളിങ്ങനെ തിരിഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നല്ല ഭംഗിയാർന്ന റോഡാണ് കേട്ടോ. ഇവിടെ മുതൽ ഈ കുടി ആളുകളുടെ വീടുകളാണ്. ഇവിടെ നിന്ന് താഴേക്ക് എല്ലാം കുടി ആളുകളുടെ വീടാണ്. ഇങ്ങനെ നമ്മൾ അവരുടെ ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് എത്തിത്തുടങ്ങി. ഇവിടെ നിന്ന് താഴേക്ക് അവരുടെ ഏരിയയാണ്. അവരുടെ സ്കൂളുണ്ട്, കുടി സ്കൂള്. അവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്. അവരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പം കുഴപ്പമില്ല, നല്ല വഴിയാണ്. ടാറിട്ട് നല്ല വഴിയാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വഴി കാറിലും ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആസ്വദിച്ചിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പം നമ്മൾ വരുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ച് പോവുക കേട്ടോ. താഴേക്കാണെങ്കിലും മുകളിലേക്ക് വരികയാണെങ്കിലും സ്പീഡ് കുറച്ച് പോവുക. പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്താലൊക്കെ കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ സ്പീഡ് കുറച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് പോകാൻ കഴിയും. മഴയൊക്കെ ചാടി തുടങ്ങി. ഗ്ലാസ്സിലൊക്കെ വെള്ളം ഇങ്ങനെ വന്ന് തുടങ്ങി. ഇങ്ങനെ നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇവിടെയും അടുത്തൊരു ബെൻഡുണ്ട്. ആ ബെൻഡ് നമ്മളങ്ങനെ തിരിച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഉണ്ടോ, അടുത്തടുത്ത് ബെൻഡുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ട്. ഇവിടെ നിന്ന് അടുത്ത ബെൻഡ്. ഇങ്ങനെ അടുത്ത ബെൻഡ് നമ്മൾ തിരിഞ്ഞ് ഇത് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം കുടിയാളുകളുടെ കൃഷി സ്ഥലങ്ങളാണ്. കൂടുതലും അവർ ഏലത്തോട്ടമാണ് അവർക്ക് മിക്കവർക്കും ഉള്ളത്. ഇങ്ങനെ നമ്മളിങ്ങനെ അവരുടെ സ്ഥലത്തിലൂടെ പോവുകയാണ്. നടുവിലൂടെയുള്ള വഴിയാണ്. നല്ല ഭംഗിയാർന്നൊരു വഴി. കൂടുതലും ഹെയർപിൻ ബെൻഡുകളുണ്ട്. ബെൻഡുകളൊക്കെ നമ്മൾ സ്ലോ ചെയ്ത് അങ്ങനെ തിരിച്ച് എങ്ങനെ കൊണ്ടുപോവുക. ഇത് പുതിയതായിട്ട് വരുന്നവർ സൂക്ഷിക്കണം, ശരിക്കും സൂക്ഷിക്കണം. വണ്ടി സ്പീഡ് കുറച്ച് തന്നെ വരണം. വണ്ടി പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരും. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ല സ്പീഡിലാണെങ്കിൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സ്ലോ ആയിട്ട് തന്നെ വരിക കേട്ടോ. അടുത്തടുത്ത് ഇങ്ങനെ ബെൻഡുകളുണ്ട് കേട്ടോ. എങ്ങനെ നമ്മൾ താഴേക്ക് ഇങ്ങ് പോവുകയാണ്. ഏരിയയ്ക്കാണ് കുടി ആളുകളുടെ സ്ഥലങ്ങൾ. ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട്. ടാങ്കുടി എന്ന് പറയും. ഇതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പോകുമ്പോൾ നമുക്ക് താഴെ ചെല്ലുമ്പോൾ 2 വഴി കാണാൻ പറ്റും. ഒരെണ്ണം ബോഡിമെട്ടിലേക്ക് പോകുന്നത്, റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പോകുന്ന വഴി സിങ്ക് കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ്.
നമ്മൾ ബോഡിമെട്ടിന് പോകുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരികെയൊന്നും വേണ്ട, നേരെ ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന വഴി തന്നെ പോയാൽ മതി. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. വണ്ടികളൊക്കെ വരുന്നുണ്ട് താഴേന്ന്, കണ്ടോ. റെയിനി സീസണാണ്, അതാണ് ഇങ്ങനെ ഒരു ഡിമ്മായിട്ടുള്ളൊരു ക്ലൈമറ്റ്. അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കും. നമ്മൾ വരുവാണെങ്കിൽ നല്ല ആസ്വദിച്ച് നമുക്ക് പോകാൻ കഴിയും. രാവിലേക്ക് ഇതിലേ പോവുകയാണെങ്കിൽ, തമിഴ്നാടിന് നമ്മൾ പോവുകയാണെങ്കിൽ നല്ല നല്ല ഭംഗിയാർന്ന ഒരു വഴിയായിരിക്കും, നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു വഴിയായിരിക്കും. ഇങ്ങനെ നമ്മൾ താഴേക്ക് പോവുകയാണ്. കുറേ സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. ഇതുണ്ടോ, ഇവിടെ നിന്ന് അവിടെ കണ്ടോ, ആ കാണുന്ന വഴിയാണ് സിംഗണ്ടത്തിലേക്ക് പോകുന്നത്. ഇങ്ങോട്ട് തിരിയുന്നത് ബോഡിമെട്ടിലേക്ക് പോകുന്ന വഴി.